നെതന്യാഹുവിന്റെ അപ്രത്യക്ഷമായതുമായി ബന്ധപ്പെട്ട് നിരവധി ഊഹാപോഹങ്ങൾ വാർത്തകളായും ട്വീറ്റുകളായും പുറത്തു വരുന്നുണ്ട്. അത് പ്രത്യേകിച്ചും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്യാത്ത കാര്യമാണ്. മാത്രമല്ല ഇന്ത്യയിലെ മാധ്യമങ്ങളാണ് കാര്യമായി, പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ നിരവധി ട്വീറ്റുകൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി തന്നെ ഇസ്രായേൽ പ്രതികരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത് നെതന്യാഹു ഇപ്പോഴും ഈ യുദ്ധത്തിന് മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഉണ്ട് എന്നുള്ളതാണ് അവർ ആവർത്തിച്ച് പറയുന്ന കാര്യം. മാത്രവുമല്ല, ഇസ്രായേലിനെ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിലെ ഒരു സൈനിക ശക്തിയുടെ നേതൃത്വത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് അധിക സമയം മറച്ചു പിടിക്കുവാനും ഇസ്രായേലിന് ഏതായിരുന്നാലും സാധിക്കില്ല. മാത്രമല്ല, ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു നീക്കം നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് അതാണ്. ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി ഇസ്രായേലിന് മുമ്പിലും US മുമ്പിലും നിൽക്കുന്നത് ഈ വ്യാപാര മേഖലയിൽ ഇതുണ്ടാക്കിയ ഇമ്പാക്റ്റ് ആണ്. അത് ഇസ്രായേലിനെ നേരിട്ട് ബാധിച്ചില്ലെങ്കിലും അത് വലിയ തോതിൽ US ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ അനിഷ പറഞ്ഞതുപോലെ തന്നെ കാർഗിൽ ബോംബിട്ടുകൊണ്ട് ഭീഷണി ഉയർത്തുവാനാണ് US ശ്രമിച്ചത്. പക്ഷേ ഇറാൻ ആഗ്രഹിക്കുന്നത് കാർഗിൽ ബോംബിടുക എന്നത് തന്നെയാണ്. കാരണം അത്തരമൊരു ബോംബിടലിലേക്ക് പോയി കഴിഞ്ഞാൽ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളും ഞങ്ങൾക്കൊപ്പം ഒരുപോലെ മുങ്ങുമെന്ന് ഇറാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും അബദ്ധ ജോലിയിലേക്ക് US ഇപ്പോൾ പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഏതായാലും യുദ്ധം തീരുന്നതുമായി ബന്ധപ്പെട്ട ഒരു ലക്ഷണങ്ങളുമില്ല. നാളെ വിപണി തുറക്കുമ്പോൾ കൂടുതൽ ഇമ്പാക്ട്, പ്രത്യേകിച്ച് US ഓഹരി വിപണികൾ ഇടിയുന്ന സാഹചര്യമുണ്ട്, സ്വർണ്ണവില ഇടിയുന്ന സാഹചര്യമുണ്ട്. മാത്രവുമല്ല, ചൈനയുൾപ്പെടെയുള്ള റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോഴും രഹസ്യമായി ഇറാനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇത് ഇറാന്റെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയും ചൈനയും തുടക്കം മുതലേ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന രാജ്യങ്ങളാണെന്ന് പറയുന്നുണ്ട്. മാത്രവുമല്ല, ചൈനയ്ക്ക് ഇതുവരെ അവരുടെ കപ്പലുകൾ ഏതെങ്കിലും തടയപ്പെടുകയോ മറ്റോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഏതെങ്കിലും അബദ്ധ നീക്കങ്ങളിലേക്ക് US പോയി കഴിഞ്ഞാൽ അത് തിരിച്ചടിയാവുക US തന്നെയായിരിക്കും, ആഗോള വിപണിക്ക് തന്നെയാകും. ഏതായാലും 16ാം ദിനത്തിലും യുദ്ധം തീരുന്ന ലക്ഷണമില്ല, യുദ്ധം നീളുന്ന ലക്ഷണം തന്നെയാണ് ഉള്ളത്. അനിഷ, യെസ്, അതാണ് ആശങ്ക ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല. 3 ആഴ്ച കൂടി യുദ്ധം നീണ്ടു നിൽക്കുമെന്ന് ഇസ്രായേൽ പ്രതികരിക്കുന്നുണ്ട്. ഈ മധ്യസ്ഥ ശ്രമങ്ങളൊന്നും ഫലിക്കുന്നില്ല എന്നുള്ളതും കൂടിയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അഫ്താബാണ് വിവരങ്ങൾ നൽകിയത്.